ഹായ് ഹലോ, നമ്മളിന്ന് കുറച്ച് സോപ്പ് മോൾഡുകളായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്, ചേച്ചി എന്തൊക്കെ മോൾഡുകളാണുള്ളത്, 25 ഗ്രാമിൻ്റെ മോൾഡ് ഉണ്ടോ, 50 ഗ്രാമിൻ്റെ ഉണ്ടോ, 75 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മോൾഡുകളാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോൾഡ് നോക്കാം. എല്ലാവരും യൂസ് ആക്കുന്ന ഒരു മോൾഡാണ്, പിയേഴ്സിൻ്റെ മോൾഡാണ് വരുന്നത്. 6 ക്യാവിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ 100 ഗ്രാമാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ കറക്റ്റ് 100 ഗ്രാം എന്ന് പറഞ്ഞാലും സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 105, 106 അങ്ങനെയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, മുഴുവനായിട്ടും മെത്തിച്ചൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം നല്ല ക്വാളിറ്റി ഉള്ള മോൾഡാണ് വരുന്നത്. നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള മോൾഡുകളാണ്. ഈ കാണുന്ന മോൾഡുകളെല്ലാം അത്യാവശ്യം റേറ്റ് വരുന്ന മോൾഡുകളാണ്. ക്വാളിറ്റി കുറഞ്ഞ മോൾഡുകളും ഉണ്ട്. പക്ഷേ ക്വാളിറ്റി കുറഞ്ഞ മോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കത് പിടിച്ചു നോക്കുമ്പോൾ അറിയാം, ഭയങ്കര തിന്നായിരിക്കും അതിൻ്റെ ഒരു സിലിക്കൺ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കളറുകൾ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഒരു വൈറ്റ് കളറാണ്. ബ്ലൂവും ഗ്രീനും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വൈറ്റ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 100 ഗ്രാമാണ് വരുന്നത്. പിന്നെ അടുത്തൊരു മോൾഡ് എന്ന് പറയുന്നത് ഈ ഒരു 4-in-1 മോൾഡാണ്. നമ്മളിപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന മിക്ക കൂട്ടുകാരുടെ കയ്യിലും ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു ടൈപ്പ് മോൾഡ് ഇങ്ങനത്തെ ആയിരിക്കും. ഞാനും സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ ഈ ഒരു മോൾഡായിരുന്നു കേട്ടോ ആദ്യമേ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അങ്ങനെ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോൾഡാണ് വരുന്നത്. ഇതെല്ലാം 100 ഗ്രാമാണ് വരുന്നത്. ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഏകദേശം ഒരു 110 ഗ്രാമിൻ്റെയൊക്കെ മുകളിലുണ്ടാകും. ഉണ്ടോ, അതിൻ്റെ ബാക്ക് വശം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതും നല്ല ക്വാളിറ്റി ഉള്ള മോൾഡാണ് കേട്ടോ. നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്ത മോൾഡ് എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിൾ ടൈപ്പ് മോൾഡാണ് വരുന്നത്. ഇതും 100 ഗ്രാമാണ് വരുന്നത്. 6 ക്യാവിറ്റിയാണ് വരുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ വൈറ്റ് കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ലൈറ്റ് ഗ്രീൻ മാതിരിയുള്ളൊരു കളറാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഒരു ബ്ലൂ കളർ മാതിരിയാണ് തോന്നുന്നത്, പക്ഷെ ഒരു ലൈറ്റ് ഗ്രീനാണ് വരുന്നത് കേട്ടോ. നല്ല കട്ടിയുണ്ട് സിലിക്കണിന്. ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഓവൽ ടൈപ്പിലുള്ള മോൾഡാണ് വരുന്നത്. ഇത് 90 ഗ്രാമാണ് കേട്ടോ ഈ ഒരു മോൾഡ് വരുന്നത്. 6 ക്യാവിറ്റിയാണ് വരുന്നത്. ഇത് സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല വലിപ്പമൊക്കെ ഉണ്ടാകും, സോപ്പ് കാണാനൊക്കെ ആയിട്ടാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 6 ക്യാവിറ്റിയാണ് വരുന്നത്. 90 ഗ്രാമാണ് സോപ്പ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു മോൾഡ് എന്ന് പറയുന്നത് കിഡ്സിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മോൾഡാണ്. ഇതുപോലെ അനിമൽസിൻ്റെ പടമാണ് വരുന്നത്. 100ൻ്റെ മുകളിലുണ്ടാവും കേട്ടോ. ഏകദേശം ഒരു 110 ഗ്രാമിൻ്റെ അടുത്തോളം നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളിതിന് മുന്നേ ഈ മോൾഡ് വെച്ചിട്ട് സോപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മോൾഡാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മോൾഡാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ഡിസൈനർ ടൈപ്പ് മോൾഡാണ് വരുന്നത്. ഫ്ലവർ വരുന്നുണ്ട്, ബട്ടർഫ്ലൈ വരുന്നുണ്ട്. ഇതെല്ലാം ഒരേ ഗ്രാം അല്ലാട്ടോ വരുന്നത്, പലതും പല ഗ്രാമുകളാണ് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രാം എന്ന് പറയുന്നത് ഒരു ഫ്ലവറാണ്. ഏകദേശം ഒരു 110, 120ൻ്റെ ഒക്കെ അടുത്തോളം ഗ്രാം വരുന്നുണ്ട്. ഏറ്റവും കുറവ് ഗ്രാം വരുന്നതും ഇതുപോലത്തെ ഈ റൗണ്ട് ഷേപ്പ് കണ്ട് 2 ഇതിലാണ് ഏറ്റവും കുറവ് ഗ്രാം വരുന്നത്. ഏകദേശം ഒരു 60 ആ ഒരു റേഞ്ചിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഗ്രാം. അപ്പോൾ ഇങ്ങനത്തെ പല ടൈപ്പുകൾ വരുന്ന ടൈപ്പ് മോൾഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓറഞ്ച് കളറാണ് വരുന്നത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു യെല്ലോ കളർ മാതിരിയാണ് തോന്നുന്നത്, പക്ഷേ നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ മോൾഡിൻ്റെ കളർ വരുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതുപോലത്തെ ഡോണറ്റ് ടൈപ്പ് മോൾഡാണ് വരുന്നത്. ഇത് 50 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ വരുന്നത്. ഈ മോൾഡ് വെച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുപ്പൈമീനയുടെ സോപ്പ് നമ്മൾ ഈ ഒരു മോൾഡിൽ ചെയ്തിട്ടുള്ളതാണ്. കാണാനൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ച് കളറുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് കേട്ടോ 50 ഗ്രാമിൻ്റെ മോൾഡാണ് വരുന്നത്. 50 ഗ്രാം എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ ഉണ്ടാകും കേട്ടോ നമ്മൾ ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. ബാക്ക് വശം ഇതുപോലെയാണ് വരുന്നത്. പിന്നെ വരുന്നത്
ഇതുപോലത്തെ സാമ്പിൾ സോപ്പിൻ്റെ ആണ്. ഇതിൻ്റെ വീഡിയോയും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു 25 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു മോൾഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇരുന്നൊരു മോൾഡ് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ സ്റ്റോക്ക് വരുമ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്താമെന്നായിരിക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതും കിഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു കാൽപാദവും അതുപോലെ പാൽക്കുപ്പി പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വരുന്നൊരു ടൈപ്പ് മോൾഡാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഏകദേശം ഒരു 60 ഗ്രാമിൻ്റെ ഒക്കെ എടുത്ത് 60-65 ഗ്രാമിൻ്റെ ഒക്കെ എടുത്തോളം ഈ ഒരു മോൾഡിൽ വരുന്നുണ്ട്. അതിൽ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സോപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ് വരുന്നത് കേട്ടോ. എല്ലാം ഒരേ ഗ്രാം അല്ല വരുന്നത്, പലതും പല ടൈപ്പാണ് വരുന്നത്. മോൾഡുകളൊക്കെ ഇപ്പോൾ ഏകദേശം ഇതാണ് വരുന്നത്. ഇനി അടുത്ത കുറച്ച് കളറുകളുണ്ട്. അപ്പോൾ കളറുകൾ കാണിച്ചു തരാം. കുറച്ച് കളറുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കളറുകളുടെയും ഞാനിപ്പോൾ ബോട്ടിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ കറക്റ്റ് കളർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പറിൽ എല്ലാത്തിൻ്റെയും കളറുകൾ ഇവിടെ ഇട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ അത് യെല്ലോ കളറാണ് വരുന്നത്. ഇങ്ങനത്തെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 20 ml ബോട്ടിലാണ് വരുന്നത്. യെല്ലോ കളർ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഷെയ്ഡിലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേ ഒരു ഷെയ്ഡിലോട്ടായിരിക്കും യെല്ലോ കളർ നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ലാവണ്ടർ കളറാണ്. ഇത് ലാവണ്ടർ കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലാവണ്ടർ കളർ ഇതേ ഒരു കളറിലോട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇതിപ്പോൾ ഇച്ചിരി ഡാർക്ക് മാതിരിയാണ് തോന്നുന്നത്. നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് കളർ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഗോട്ട് മിൽക്കിൻ്റെയൊക്കെ ബേസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഒരു കറക്റ്റ് കളറിലോട്ട് കിട്ടുന്നത്. അപ്പോൾ ലാവണ്ടർ കളർ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു കളറിലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് റെഡാണ്. റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിലോട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഒരു പിങ്കിൻ്റെ കളറിനോടാണ് സാദൃശ്യം തോന്നുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി പൂവിൻ്റെ, അതിൽ ഈ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് കളറ്. പിന്നെ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് വരുന്നത്. ഓറഞ്ച് കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഷെയ്ഡായിരിക്കും വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. ഇതാണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ വരുന്നത്. നമ്മളിപ്പോൾ പിയേഴ്സിന് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറ് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഗ്രീനാണ്. ഇത് ലൈറ്റ് ടൈപ്പ് ഗ്രീനാണ് വരുന്നത്. ഡാർക്ക് ഗ്രീനും ഉണ്ടായിരുന്നു, ലൈറ്റ് ഗ്രീനും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് ഗ്രീനാണ് വരുന്നത്. ഈ ഒരു ഷെയ്ഡിലോട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതായിരിക്കും കേട്ടോ ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കളറൊക്കെ ചേർക്കണം എന്നുള്ളത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. നമ്മളിപ്പോൾ ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കളറൊന്നും ചേർത്തില്ല എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ എക്സ്ട്രാക്റ്റ് ജെല്ലൊക്കെ വെച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് കളറിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. പിന്നെ ഇത് പിങ്ക് കളറാണ് വരുന്നത്, മജന്ത എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അത് ഈ ഒരു കളറിലായിരിക്കും കേട്ടോ. കളറുകളൊക്കെ യൂസ് ആക്കുമ്പോൾ നമ്മൾ എപ്പോഴും കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ വേണം യൂസ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ ഫുഡ് കളറ് പിന്നെ പൗഡർ ഫോമിലുള്ള കളറൊക്കെ യൂസ് ആക്കണേക്കാളും നല്ലത് ഇതുപോലത്തെ ലിക്വിഡ് കളറുകൾ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. പൗഡർ ഫോമിലുള്ള കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ മിക്സ് ആക്കിയാലും ചിലപ്പോൾ കട്ട കെട്ടിയ പോലെ ഇങ്ങനെ ആ ഒരു കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 ടൈപ്പ് കളറുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കളറുകളോ അല്ലെങ്കിൽ മോൾഡുകളോ അതുമല്ലെങ്കിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂടെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.